ഇന്നൊരു വീഡിയോ റിക്വസ്റ്റഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളത് ആദ്യം അറിയണം. ഒന്ന്, നമ്മുടെ ഫോക്കസ്, നമ്മൾ എത്രമാത്രം ഫോക്കസ്ഡ് ആണ് എന്നുള്ളത് നമ്മൾ തന്നെ ആദ്യം പരിശോധിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്റ്റഡി മെറ്റീരിയലിനെ കാര്യം ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ ഒന്ന് സാറ്റിസ്ഫൈഡ് ആണ്, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ഒരു സ്റ്റഡി മെറ്റീരിയൽ വായിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി അല്ലെങ്കിൽ എക്കണോമിക്സ്. ഹിസ്റ്ററിക്ക് എത്ര സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്? 10 എണ്ണം വായിച്ചാലും ഹിസ്റ്ററി ഒരു സബ്ജക്റ്റ് തന്നെയല്ലേ. അതിലിപ്പം ജാലിയൻ വാലാബാഗ് മെസാക്കർ മാറ്റിയിട്ട് കൊടുക്കില്ലല്ലോ. ഏത് വർഷമാണെങ്കിലും അത് മാറ്റി കൊടുക്കില്ല. അല്ലെങ്കിൽ ഇപ്പം റൗലറ്റ് ടാറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബംഗാൾ പാർട്ടീഷനൊക്കെ ഒരേപോലെ ആയിരിക്കും. ചിലപ്പോൾ ഈ പറയുന്ന പോലെ അഡീഷണൽ ഇൻഫർമേഷൻ കാണും. പക്ഷേ എല്ലാവർക്കും അവരവരുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഹിസ്റ്ററി ആസച്ച് നമുക്ക് മുഴുവനായിട്ട് പഠിച്ച് ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും അതിൽ സ്പെഷ്യലിസ്റ്റ് ആവുകയല്ല നമ്മുടെ ഉദ്ദേശം. സ്പെഷ്യലിസ്റ്റ് ആവുകയാണ് ഉദ്ദേശം അല്ല, നേരെ മറിച്ച് അതിനൊരു ജനറൽ കാര്യങ്ങളാവാണ് അറിയുകയാണ് ചെയ്യേണ്ടത്. കാരണം എന്താ, ഹിസ്റ്ററി മാത്രമാണോ പഠിക്കാനുള്ളത്? അല്ല. ഇപ്പോൾ എക്കണോമിക്സ് മാത്രമാണോ? അല്ല. അപ്പോൾ ഒന്നോ അതിൽ 2 എണ്ണം, മാക്സിമം 2 സോഴ്സ് ഉപയോഗിച്ചിട്ടാണോ നമ്മൾ പഠിക്കുന്നത്. ഫോക്കസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ടെലിഗ്രാമിൽ വരുവാണ്, പുതിയ സ്റ്റഡി മെറ്റീരിയൽ അപ്ലോഡായി. അപ്പം നമ്മുടെ മാനസികാവസ്ഥ എന്താ? ആ PDF തുറന്ന് നോക്കി, അത് 350 പേജ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഈ നോട്ടിഫിക്കേഷൻ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യല്ലേ ചെയ്യുന്നത്. കാരണം എന്താ, ഇപ്പം പഠിക്കുന്ന 600 പേജിൻ്റെ ഒരു ബുക്ക് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ നമ്മളെന്താ ചെയ്യുക? അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആ 350 പേജ് നോക്കണ്ടേ എന്ന് വിചാരിക്കും. നിങ്ങൾ എപ്പോഴാണോ അത് ഓപ്പൺ ചെയ്യുന്ന ആ PDF, അപ്പോൾ തന്നെ നിങ്ങളുടെ സമാധാനം പോയില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് നോക്കണം. കാരണം ഇതൊക്കെ നമ്മൾ ഏതാണ്, ഇത് ഡിസ്ട്രാക്ഷൻ ആണെന്ന് തോന്നില്ല. ഇതൊക്കെ നമ്മുടെ പഠന സമയത്തിലാണ് നമ്മൾ കണക്കൂട്ടുന്നത്. ഇതൊക്കെ എന്താണ്, നമ്മുടെ സ്റ്റഡി ടൈം ആണെന്നാണ് നമ്മൾ പറയുന്നത്. ശരിക്കും അങ്ങനെയാണോ ചെയ്യുന്നത്? അങ്ങനെയല്ല. അതിൻ്റെ കാരണം എന്താണ്? ഈ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നതിൻ്റെ കാരണം ഒരു ഓർഡർ ഇല്ലാത്തതാണ്, ഒരു പ്ലാൻ ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. അതേപോലെ ഇൻഫർമേഷൻ്റെ ഓവർലോഡ് ഇപ്പോൾ ഭയങ്കരമായിട്ടുണ്ട്. ഇൻഫർമേഷൻ ഓവർലോഡ്, പണ്ടൊന്നും ഇത്രയധികം സാധനങ്ങളില്ലല്ലോ. ഇപ്പോൾ ഇൻഫർമേഷൻ്റെ ഓവർലോഡ് ഭയങ്കര കൂടുതലായതുകൊണ്ട് നമുക്ക് എന്ത് പഠിക്കണം എന്നുള്ളത് മനസ്സിലാവില്ല. കാരണം ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും അവരുടേതായ റിസർച്ചസ് കൊണ്ടുവരുന്നത് കൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, കൂടുതൽ ഗ്രാഫിക്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ബുക്ക് വായിച്ചാൽ ചിലപ്പോൾ നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അതാണ് അതിലത്തെ പ്രശ്നം. പിന്നെ കമൻസ്, എക്സ്ട്രാ വരുന്ന പുറത്തുനിന്നുള്ള കമൻസും ഉപദേശവും. ഇപ്പം നമ്മളിപ്പോൾ പൊതുവേ ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കിട്ടിയ ആൾക്കാരുടെ, അതായത് ഇപ്പോൾ ഈ അടുത്ത് എക്സാം ക്വാളിഫൈ ചെയ്ത ആൾക്കാരുടെ എക്സ്പീരിയൻസസ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിന്ന് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കാറുണ്ട്. എന്ത് വേണം വേണ്ട നമ്മൾ തീരുമാനിക്കാറുണ്ട്. അങ്ങനെ പഠിക്കാറുണ്ട്. അത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് ഒരാളുടെ 2 ആളുടെ കഴിഞ്ഞ് കൂടുതൽ ആൾക്കാരുടെ ഉപദേശങ്ങളോ അല്ലെങ്കിൽ അഡ്വൈസോ കേൾക്കുമ്പോൾ ഈ ടെക്നിക്കൽ ഹെൽപ്പ് എന്ന് തോന്നിക്കുന്ന ഈ സാധനം ഇപ്പോൾ ബുദ്ധിമുട്ടാവും. കാരണം നമുക്കൊന്ന് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം നമുക്ക് പറ്റാവുന്നൊരു പ്ലാൻ ആരുടെയെങ്കിലും കയ്യിൽ കേട്ടാൽ തന്നെ നമുക്ക് പറ്റുന്നുണ്ടോ നോക്കി അതിൻ്റെ ഒരു ഫീസിബിലിറ്റി നോക്കി വേണം അത് ഫോളോ ചെയ്യാൻ. അപ്പോൾ പുറത്തുനിന്നുള്ള അഡ്വൈസ് നമ്മളെ മിസ്ലീഡ് ചെയ്യരുത് എന്നുള്ളത് ഒരു കാര്യമാണ്. എപ്പോഴും സ്വന്തം റിലേയിങ് ആണ് ഏറ്റവും നല്ലത്. സെൽഫ് ഹെൽപ്പാണ് ഏറ്റവും നല്ലത്. 5ാമത്തെ കാര്യം, അതല്ലാത്ത നാട്ടുകാരുടെ ഉപദേശവും അഭിപ്രായം. കാരണം ഒരു കാര്യം നമ്മൾ വേണ്ടാന്ന് വെക്കുന്നതിന്, വേണ്ടാന്ന് നമുക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ഇതുമായി റിലേറ്റഡ് അല്ലാത്ത ആൾക്കാരുടെ സംസാരവും ഇതൊക്കെ കൊണ്ട്, ഇതൊക്കെ ഡിസ്ട്രാക്ഷൻസ് ആണ്. അവസാനവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രാക്ഷനാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ആക്ച്വലി നമ്മളെ ഒരു നോട്ടിഫിക്കേഷനൊക്കെ എപ്പോഴും ഓണാക്കി വെച്ചൊരു മൊബൈൽ ഫോണിൽ അതിൽ തന്നെ പഠിത്തു വായിക്കഴിഞ്ഞാൽ ഒരു റെക്കമെൻഡേഷൻ, 2 റെക്കമെൻഡേഷൻ, 3 റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ അതങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ബേസിൽ നിന്ന് എത്രയോ ഡീവിയേറ്റ് ചെയ്ത് പോകും. അപ്പം ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പ്ലാൻ ഉണ്ടാവുകയും അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ അനലൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ദിവസം 5 മണിക്കൂർ പഠിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ 10 മണിക്കൂറാണോ ഉദ്ദേശിക്കുന്നത്, അത് കൃത്യമായി പഠിക്കുന്നുണ്ടോ. ഈ പഠിത്തം എന്ന സമയത്തിൽ, ഈ സ്റ്റഡി ടൈം ടേബിളിലെ പഠിത്തത്തിൻ്റെ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ടെലിഗ്രാം ഗ്രൂപ്പിൽ ക്വിസ് ചെയ്യുന്നുണ്ടാവും, അത് കഴിഞ്ഞിട്ട് വല്ല PDF ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ടാവും, കറണ്ട് അഫയേഴ്സ് നോക്കുന്നുണ്ടാവും. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അലൂഫായിരുന്നു ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഫോളോ ചെയ്യാൻ പറ്റുന്നവർക്ക് കംപ്ലീഷൻ ഉണ്ടാവും, ഒരു ടോപ്പിക്കിൻ്റെ കംപ്ലീഷൻ ഉണ്ടാവും. സോഷ്യൽ മീഡിയയെ സംബന്ധിച്ച് നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് ഒരു ഫോണിൻ്റെ പ്രൈമറി നീഡ് എന്ന് പറയുന്നത് കോൾ മാത്രമാണെങ്കിൽ അത്യാവശ്യ കോളുകൾ മാത്രം അറ്റൻഡ് ചെയ്യും, വിളിക്കുകയും ചെയ്തിട്ട് ഒരു 7 ദിവസം നോക്കിയിട്ട് എത്രമാത്രം സമയം നിങ്ങൾക്ക് എക്സ്ട്രാ ലഭിക്കുന്നുണ്ടെന്ന് നോക്കുക. അത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതിൻ്റെ കൂടെ ഈ പറയുന്ന പീസ് ഓഫ് മൈൻഡ് എന്ന് പറയില്ലേ, സമാധാനം, അതും ഈ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻസൊക്കെ ഒഴിവാക്കി നമ്മൾ ഒരു പുസ്തകത്തിലേക്ക് മാത്രമായി
പഠിത്തത്തിലേക്ക് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതിന് എപ്പോഴും ഒരു റിസൾട്ട് ഉണ്ടാവും. പിന്നെ മാത്രമല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ മനസ്സിനെ കുറച്ച് കാം ഡൗൺ ചെയ്യും എന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ എന്താവശ്യമാണ്? ഈ പറഞ്ഞ പ്രിപ്പറേഷൻ ആവശ്യമാണ്. അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് ആസ് സച്ച് ഇത്രയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ പഠിത്തത്തിന് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഇൻഫർമേഷൻ കൂടുതലായിട്ട് ഇൻഫർമേഷൻ ഓവർലോഡ് ആയാലും മതി, അതും ഡിസ്ട്രാക്ഷനാണ്. ഇൻഫർമേഷൻ ഓവർലോഡ്, മെറ്റീരിയൽസിൻ്റെ ഓവർലോഡ്, പിന്നെ അനാവശ്യമായിട്ടുള്ള സോഴ്സസ്, പിന്നെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ, ഇത്രയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒരു പ്ലാൻ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് കുറേയും കൂടി സ്ട്രക്ചേർഡായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളത്, സ്ട്രക്ചേർഡ് ലേണിംഗ് നടത്താൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇതാണ് എന്നോട് വീഡിയോ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്.